നിലമ്പൂരിലെ ഇപ്പോഴത്തെ ഏറ്റവും പ്രധാനപ്പെട്ട വാർത്ത എന്ന് പറയുന്നത് അത് യു.ഡി.എഫിന്റെ കോൺഗ്രസിന്റെ മതരാഷ്ട്രവാദികളായുള്ള ജമാഅത്തെ ഇസ്ലാമിയുമായിട്ടുള്ള കൂട്ടുകെട്ടാണ്, സഖ്യമാണ്. ജമാഅത്തെ ഇസ്ലാമി ബന്ധം ദൃഢമാക്കാൻ കോൺഗ്രസ് വെൽഫെയർ പാർട്ടിക്ക് വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ സീറ്റ് നൽകും. കോൺഗ്രസിന്റെ സീറ്റിൽ പൊതുസമ്മതൻ എന്ന ലേബലിലാകും വെൽഫെയർ പാർട്ടി മത്സരിക്കുക. അതേസമയം കോൺഗ്രസിന് വിനയായി ഉമ്മൻചാണ്ടി സർക്കാരിന്റെ കാലത്ത് ജമാഅത്തെ ഇസ്ലാമിക്കെതിരെ നൽകിയ സത്യവാങ്മൂലം പുറത്തു വന്നു. ജമാഅത്തെ ഇസ്ലാമിയുടെ ഭരണഘടന ഇന്ത്യൻ ഭരണഘടനയെ അവഗണിക്കുന്നുവെന്നാണ് സത്യവാങ്മൂലത്തിൽ പറയുന്നത്. മതരാഷ്ട്രവാദികളായ ജമാഅത്തെ ഇസ്ലാമിയുമായുള്ള ബന്ധം ദൃഢമാക്കാനാണ് യു.ഡി.എഫ് തീരുമാനിച്ചിരിക്കുന്നത്. വെൽഫെയർ പാർട്ടിക്ക് അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പിൽ യു.ഡി.എഫ് സീറ്റ് നൽകും. കോഴിക്കോട്, മലപ്പുറം ജില്ലകളിലാകും സീറ്റ്. നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിലെ പിന്തുണയ്ക്ക് ബദലായാണ് സീറ്റ് വാഗ്ദാനം. നിയമസഭയിലേക്ക് കോൺഗ്രസിന്റെ സീറ്റിൽ പൊതു സ്വതന്ത്രൻ എന്ന ലേബലിലാകും വെൽഫെയർ പാർട്ടി മത്സരിക്കുക. പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൽ കണ്ണൂർ, കോഴിക്കോട്, മലപ്പുറം, പാലക്കാട് ജില്ലകളിൽ മുന്നണിയായും മത്സരിക്കും. തെക്കൻ കേരളത്തിലേതടക്കം വിശദാംശങ്ങൾ തെരഞ്ഞെടുപ്പിന് മുമ്പ് തീരുമാനിക്കുമെന്നാണ് ധാരണ. അസോസിയേറ്റഡ് അംഗത്തിനൊപ്പമാണ് പഞ്ചായത്ത് നിയമസഭാ തെരഞ്ഞെടുപ്പ് സഖ്യവും ഉറപ്പാക്കിയത്. വെൽഫെയർ പാർട്ടി നേതാക്കളും കോൺഗ്രസ് മുസ്ലിം ലീഗ് നേതൃത്വവും നിരവധി തവണ ചർച്ച നടത്തിയാണ് സഖ്യം തീരുമാനിച്ചിരിക്കുന്നത്. പ്രതിപക്ഷ നേതാവ് വി.ഡി. സതീശനും മുസ്ലിം ലീഗ് അഖിലേന്ത്യാ ജനറൽ സെക്രട്ടറി പി.കെ. കുഞ്ഞാലിക്കുട്ടിയും താല്പര്യമെടുത്തായിരുന്നു ചർച്ചകൾ. അതേസമയം തീവ്ര വർഗീയ കക്ഷിയുമായുള്ള ബന്ധം ദൃഢപ്പെടുത്തുമ്പോൾ കോൺഗ്രസിന് തലവേദനയാവുകയാണ് ഉമ്മൻചാണ്ടി സർക്കാരിന്റെ കാലത്ത് ജമാഅത്തെ ഇസ്ലാമിക്കെതിരെ ഹൈക്കോടതിയിൽ നൽകിയ സത്യവാങ്മൂലം. ജമാഅത്തെ ഇസ്ലാമിക്കെതിരെ സത്യവാങ്മൂലം നൽകിയത് 2014 ജനുവരി 18-നാണ്. ജമാഅത്തെ ഇസ്ലാമിക്കെതിരെ വളരെ ഗുരുതരമായ പരാമർശങ്ങളാണ് സത്യവാങ്മൂലത്തിലുള്ളത്. ജമാഅത്തെ ഇസ്ലാമിയുടെ ഭരണഘടന ഇന്ത്യൻ ഭരണഘടനയെ അവഗണിക്കുന്നുവെന്ന് സത്യവാങ്മൂലത്തിൽ പറയുന്നു. ദേശീയ താൽപര്യത്തിനെതിരെ തിരിയാൻ അനുയായികളെ പ്രേരിപ്പിക്കുന്നു. സത്യവാങ്മൂലം നൽകുമ്പോൾ ഉമ്മൻചാണ്ടി മുഖ്യമന്ത്രിയും രമേശ് ചെന്നിത്തല ആഭ്യന്തരമന്ത്രിയുമായിരുന്നു. വി.ഡി. സതീശൻ ഭരണകക്ഷി എം.എൽ.എ. ജമാഅത്തെ ഇസ്ലാമിക്കെതിരെ അന്വേഷണം വേണമെന്ന ഹർജിയിലായിരുന്നു യു.ഡി.എഫ് സർക്കാർ ഹൈക്കോടതിയിൽ നിലപാട് വ്യക്തമാക്കിയത്. ഈ ചരിത്രമെല്ലാം മറച്ചുവെച്ച് ജമാഅത്തെ ഇസ്ലാമിയുമായി കൂട്ടുകൂടുന്ന യു.ഡി.എഫ് നിലപാട് നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിൽ സജീവ ചർച്ചാ വിഷയമാണ്. നിലമ്പൂരിൽ നിന്നും പി.വി. കുട്ടൻ.